ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് സിമ്പിളും അതേസമയം ഹെൽത്തിയുമായ ബനാന കൊണ്ടുള്ള ഒരു കേക്ക് റെസിപ്പിയുമായിട്ടാണ്. പഴം കഴിക്കാൻ മടി കാണിക്കുന്ന കുസൃതി കുരുന്നുകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു കേക്ക് ഐറ്റം കൂടിയാണിത്. ഇനി ഇത് തയ്യാറാക്കുന്ന വീഡിയോയിലോട്ട് നമുക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ പാൻ 5 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ നല്ല പഴുത്ത 2 നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. ഒരു പാത്രത്തിലേക്ക് ഇത് തൊലി കളഞ്ഞ് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ പഴം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ജ്യൂസി ആയിട്ട് പഴം അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഒരു ബൗളെടുത്ത് ഒരു അരിപ്പ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് ഇതും കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്ത് കിട്ടിയ മൈദയിലേക്ക് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചെടുത്ത പഴം കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം 1/4 കപ്പ് കേട് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് മിൽക്ക് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്ത കേക്ക് ട്രേയിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. കേക്ക് ട്രേയുടെ അടിഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത കാഷ്യൂനട്ട്സ് അങ്ങിങ്ങായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് കയ്യിലുള്ളവർക്ക് ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കാവുന്നതാണ്. എയർ ബബിൾസ് ഒഴിവാക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഈ കേക്ക് മിക്സിന് മുകളിലും അങ്ങിങ്ങായി കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ 5 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത സ്റ്റീൽ പാത്രത്തിലോട്ട് നമ്മുടെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കി നമുക്ക് കേക്ക് വേവിച്ചെടുക്കാം. 45-50 മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ ബനാന കേക്ക് റെഡിയായി കിട്ടും. കേക്ക് റെഡിയാകുമ്പോൾ നല്ല മണം വന്നു തുടങ്ങും. നമ്മുടെ കേക്ക് വെന്ത് വന്ന് ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്കിൽ പൊടി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് മാറ്റി വെക്കണം. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന്. ഇനി ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്കിന് മുകളിലെ ബട്ടർ പേപ്പർ പതിയെ നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. അങ്ങനെ ബട്ടർ പേപ്പർ മാറ്റി കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായ ഒരു കേക്കാണിത്. ഇനി നമുക്ക് ഈ കേക്ക് 2 പോർഷനായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ചെറിയ പീസുകളായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 15 പീസായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് വേണ്ട അത്ര കട്ടിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ്. ഇതിൻ്റെ ഉൾവശം നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ബനാന കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്തൊരു ന്യൂ വീഡിയോയുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് ഫ്രം ഷിൻസ് ഫുഡ് കോർട്ട്.